മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങൾ NSS എങ്ങനെ നോക്കുകയാണ്? അത് ഞാൻ മറുപടി പറയേണ്ടതല്ല. ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ട, അതൊക്കെ അവരൊക്കെ തമ്മിൽ തീർത്തിട്ട്. ഈ സഭകളെ, ക്രൈസ്തവ സഭകളൊരു നിലപാടെടുത്ത് അടുത്ത സർക്കാരിൽ ന്യൂനപക്ഷ വകുപ്പ് അത് മുഖ്യമന്ത്രിമാരാണെങ്കിലും അവർ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ്. അത്തരം വിഷയത്തിൽ എന്താണ് ക്രൈസ്തവ ഈ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടൊരു കാര്യം, അടുത്ത സർക്കാർ വരുമ്പോ അതിൽ ഈ ന്യൂനപക്ഷ വകുപ്പ്, ഇവിടെ ആണെങ്കിൽ സാധാരണ ലീഗൊക്കെയാണ് ഭരിക്കാറുള്ളത്, UDF ആണെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ അത് കൈവശം വെക്കണം എന്ന് പറയുന്നു. അത് ഇതിനു മുമ്പ് ഞങ്ങൾ അങ്ങനെ വിവാദമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ആയിരിക്കണം ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള. അതിനകത്ത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു പൊതു സ്വീകാര്യതയ്ക്ക് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള. അത് ഏതെങ്കിലും ജാതിയെ കണ്ടുകൊണ്ട് പറഞ്ഞതല്ല. ഈ ലീഗിന് 7 മന്ത്രിസ്ഥാനം വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴി അലി ഒരു അഭിമുഖത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. നേരത്തെ 5ാം മന്ത്രിസ്ഥാനമൊക്കെ വലിയ വിവാദമായതാണ്. ലീഗിന് എത്ര വേണേ കൊടുത്തോട്ടെ, ഞങ്ങൾക്ക് ഒരു മന്ത്രിയും വേണ്ട. ഞങ്ങൾ ഒരു പാർലമെൻ്ററി മോഹവും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങൾക്ക് ന്യായമായിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റുകളോട്, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളോട് അത് നിയമപരമായി നമുക്ക് കിട്ടാൻ അവകാശമുണ്ടെന്ന് ബോധ്യമുള്ളത് മാത്രമേ ഞങ്ങൾ ചോദിക്കുള്ളൂ. അനാവശ്യമായി ഈ എന്തെങ്കിലും ഒരു അവകാശം വേണം, അല്ല ഇന്നത് വേണം എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുത്തരുടെയും പഠിക്കുമ്പോൾ യാചിക്കാറില്ല. അത് അറിഞ്ഞുകൂടാ. എനിക്ക് ഇത് കണ്ടതല്ലേ ഉള്ളൂ, ഇപ്പം കണ്ടതല്ലേ ഉള്ളൂ. എന്നാ വരുന്നതെന്നും അറിയാൻ പറ്റാം. അത് വെയിറ്റ് ആൻഡ് സീ. NSSനുമായിട്ടുള്ള ചർച്ച ഇവിടെ വെച്ച് നടക്കും. അത് ഞാനിപ്പോൾ പറയത്തില്ല. അങ്ങനെയൊന്നും തന്നെ കളിയാക്കല്. എന്തോ സ്വീകരണം നമ്മളിവിടെ വരും, ന്യായമായിട്ടുള്ള അല്ലാതെ അതിന് വിശേഷമൊന്നുമില്ല. എന്നാ സ്വീകരണം? ഞാൻ അദ്ദേഹം വന്നാൽ എൻ്റെ ഒരു മകനെ പോലെ അനിയനെ പോലെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നേതാവായിട്ട് സ്വീകരിക്കുന്നതല്ല. ഇത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് യോഗം വിളിച്ചു കൂട്ടി. യോഗം എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് കൂടും, പരമോന്നത സഭ അതാണ്. അവരെ വിളിച്ച ഈ വിവരങ്ങൾ പറയണം. ഇത് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ ഐക്യത്തിനുള്ള തീരുമാനം അവിടെ ഉണ്ടാകും. NSSൻ്റെ സംവിധാനം അനുസരിച്ച് അത് എല്ലാവരും അതിനോട് യോജിക്കാൻ ആണ് 100% സാധ്യത. അത് അവർ വന്ന് കണ്ടതിന് ശേഷം, കണ്ടുപോയതിന് ശേഷം നമ്മൾ വിളിച്ചു കൂട്ടണം.